വയനാട് മാനന്തവാടി പുലിക്കോട് ഭാഗത്ത് നിന്നും 4 വയസ്സുകാരെ തട്ടിക്കൊണ്ടുപോയ കേസിലെ പ്രതിപിടിയിലായി. പോലീസ് അറസ്റ്റ് ചെയ്തത് പുതുശ്ശേരിക്കടവ് ചപ്പാളി ജിഹാസിനെ. ആ വീട്ടുമുറ്റത്ത് കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ആ 4 വയസ്സുകാരി. അപ്പോഴാണ് തട്ടിക്കൊണ്ടുപോയ സംഭവം. അത് നടന്നത് കഴിഞ്ഞ ശനിയാഴ്ചയാണ്. ശനിയാഴ്ച രാത്രി 7:45 7:50 ആയപ്പോൾ ദ്വാരക പുലിക്കോട് വട്ടപ്പാറ ബിജുവിന്റെ മകൾ ജിയാന എന്ന കുട്ടിയാണ് സ്കൂട്ടറിലെത്തിയ ഈ പ്രതി ജിഹാസ് തട്ടിക്കൊണ്ടുപോകുന്നത്. പിന്നീട് ഏതാണ്ട് 12 കിലോമീറ്റർ അകലെ തരുവണ പാലിയണയിൽ റോഡരികിൽ ഉപേക്ഷിക്കുകയും ചെയ്തു. നാട്ടുകാരും പോലീസും ചേർന്ന് നടത്തിയ തെരച്ചിലിന് ഒടുവിൽ ഏതാണ്ട് 2 മണിക്കൂറിലേറെയായി. അതിനുശേഷമാണ് ഈ 7 കിലോമീറ്റർ അകലെ വെച്ച് കുട്ടിയെ കണ്ടെത്തുന്നത്. പടിഞ്ഞാറത്തറ പുതുശ്ശേരിക്കടവ് ചപ്പാളി ജിഹാസ് എന്ന 25-കാരനാണ് ഇയാളെയാണ് മാനന്തവാടി ഡിവൈഎസ്പി വി കെ വിശ്വംഭറിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം പിടികൂടിയത്. CCTV ദൃശ്യങ്ങളിൽ കുട്ടിയെ ഇയാൾ ഒരു സ്കൂട്ടറിൽ ഇരുത്തി, ഇയാളെന്നല്ല ഒരാൾ കൊണ്ടുപോകുന്നത് പോലീസ് കണ്ടെത്തിയിരുന്നു. ആരാണ് എന്ന് കണ്ടെത്തുക മാത്രമായിരുന്നു പോലീസിനുള്ള ദൗത്യം. ഇതാണ് CCTV ദൃശ്യങ്ങൾ. സ്കൂട്ടറിൽ ഹെൽമെറ്റ് പോലും വെക്കാതെ മുഖമൊക്കെ കാണാവുന്ന രീതിയിൽ ആ കുഞ്ഞിനെ ഫ്രണ്ടിലിരുത്തി തന്നെയാണ് അയാളുടെ പോക്ക്. എന്താണെങ്കിലും രാത്രിയായിരുന്നു, 7:40 ശേഷം ആയതുകൊണ്ട് തന്നെ അത്ര വെളിച്ചമില്ല, മുഖം കാണാനുള്ള ഒരു അവ്യക്തതയുണ്ടായിരുന്നു. പക്ഷേ വളരെ പെട്ടെന്ന് തന്നെ ചൊവ്വാഴ്ച രാത്രിയോടുകൂടി കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിൽ വെച്ച് പ്രതിയെ കസ്റ്റഡിയിൽ എടുക്കുകയും ചെയ്തു എന്നാണ് ജില്ലാ പോലീസ് മേധാവി അരുൺ കെ പവിത്രൻ പറഞ്ഞത്. എന്നാലും പരാതിയുടെ അടിസ്ഥാനത്തിൽ പോലീസ് 18 പേരടങ്ങുന്ന ഒരു പ്രത്യേക അന്വേഷണ സംഘത്തെ രൂപീകരിക്കുകയും CCTVകൾക്ക് കേന്ദ്രീകരിച്ചും മൊബൈൽ ലൊക്കേഷൻ കേന്ദ്രീകരിച്ചും ഒക്കെയാണ് അന്വേഷണം നടത്തിയത്. വാഹനം തിരിച്ചറിഞ്ഞതോടുകൂടി പ്രതിയെ വളരെ വേഗത്തിൽ വലയിലാക്കി. 4 വയസ്സുള്ള ഒരു കുട്ടി മിസ്സായ ഒരു ഇൻഫർമേഷൻ അത് മാനന്തവാടി പോലീസ് സ്റ്റേഷൻ ലഭിച്ചിട്ടുള്ളതായിരുന്നു. ആ ഒരു ഇൻഫർമേഷൻ ലഭിച്ച സമയത്ത് തന്നെ നമ്മുടെ മാനന്തവാടി സ്റ്റേഷൻ എന്നുള്ള ടീം ആ വീട്ടിലെത്തുകയും ആ ഭാഗങ്ങളിൽ നാട്ടുകാരും എല്ലാവരും ചേർന്നുള്ള ഒരു തെരച്ചിൽ നടത്തിയിട്ടുള്ളതാണ്. ആ ഒരു സമയത്ത് തന്നെ ആ ഭാഗത്തുള്ള CCTV ക്യാമറ പരിശോധിച്ചപ്പോൾ ഒരു സ്കൂട്ടർ ആ ഭാഗത്തേക്ക് കടന്നു പോകുന്നതായിട്ട് നമ്മുടെ ശ്രദ്ധയിൽപ്പെട്ടു. നമ്മുടെ ഓഫീസേഴ്സ് എല്ലാവരും എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള വ്യക്തികൾ തന്നെയാണ്. അതുകൊണ്ട് തന്നെ വാഹനത്തിൻ്റെ ആ ഒരു ചെറിയൊരു കളറും അതിൻ്റെ ഒരു മോഡലൊക്കെ കണ്ടപ്പോൾ തന്നെ അതുമായിട്ട് ബന്ധപ്പെട്ട ഡീറ്റെയിൽസ് അവർ കളക്ട് ചെയ്തു. ആ രീതിയിൽ വാഹനം ഏതാണെന്നുള്ളത് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്തു, പ്രതിയെ ഐഡൻറ്റിഫൈ ചെയ്തു. നമ്മുടെ അതിനുശേഷം ആ പ്രതിയെക്കുറിച്ചുള്ള വിവരം ഇന്നലെ രാത്രിയാണ് നമുക്ക് ലഭ്യമാകുന്നത്. പിന്നെ പ്രതിയെക്കുറിച്ചുള്ള ഡീറ്റെയിൽസ് നമ്മൾ നോക്കുന്ന സമയത്ത് അയാളുടെ കോഴിക്കോട് ഭാഗത്ത് ഉള്ളതായിട്ട് നമുക്കൊരു ഇൻഫർമേഷൻ കിട്ടി. നമ്മുടെ ടീം ഇവിടുന്ന് പോയി അതുപോലെ തന്നെ കോഴിക്കോട് ക്രൈം സ്ക്വാഡിൽ ഞാൻ വിവരം അറിയിച്ചു. അവരും ആ സമയം തന്നെ റെയിൽവേ സ്റ്റേഷനിൽ പ്രതിയെ അപ്രഹെൻഡ് ചെയ്തിട്ടുള്ളതാണ്. ബംഗളൂരുവിൽ പച്ചക്കറിക്കടയിൽ ജോലി ചെയ്യുന്ന ഇയാൾ ഈ സാമ്പത്തിക പ്രയാസത്തെ തുടർന്ന് മോഷണം നടത്താനുള്ള ശ്രമത്തിനിടയിലാണ് ഈ കുട്ടിയെ തട്ടിക്കൊണ്ടുപോയി സ്വർണം തട്ടിയെടുക്കാൻ ശ്രമിച്ചത് എന്നാണ് പോലീസിന്റെ നിഗമനം. വെള്ളമുണ്ട പടിഞ്ഞാറത്ത സ്റ്റേഷനുകളിൽ ഇയാൾക്കെതിരെ കഞ്ചാവ് കൈവശം വെച്ചതിനും ഉപയോഗിച്ചതിനും കേസ് നിലവിലുണ്ടെന്നും പോലീസ് പറയുന്നു. കോടതിയിൽ ഹാജരാക്കിയ പ്രതി റിമാൻഡ് ചെയ്തു. അടുത്ത ദിവസം തന്നെ കസ്റ്റഡിയിൽ വാങ്ങി കൂടുതൽ ചോദ്യം ചെയ്യും. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.